എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മളുടെ വിഷയം അധ്യാത്മരാമായണത്തിൽ ആരണ്യകാണ്ഡത്തിലെ ഒരു അപ്രസക്തമായ കഥാപാത്രമാണ് കബന്ധൻ. കബന്ധൻ അപ്രസക്തനാണെങ്കിലും കബന്ധൻ്റെ ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്ദേശം അത് വളരെ പ്രസക്തമാണ്. മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർത്താനും പഠിക്കാനും വേണ്ടി വളരെയധികം പ്രസക്തമായ ഒരു സന്ദേശമാണ് കബന്ധൻ തരുന്നത്. 120-ലധികം പ്രധാനവുമായ കഥാപാത്രങ്ങളെ കൊണ്ട് സമ്പന്നമായ രാമായണത്തിലെ 120 കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, ജടായു, സമ്പാദി മുതലായ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, വിരാധൻ, കബന്ധൻ മുതലായ രാക്ഷസന്മാരുണ്ട്, ഋഷിമാരുണ്ട്, സന്യാസിനിമാരുണ്ട്, ശബരി, അങ്ങനെ പലരെയും കൊണ്ട് സമ്പന്നമായ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും കിട്ടുന്ന സന്ദേശങ്ങൾ കൊണ്ട് സമ്പന്നമാണ് രാമായണം, ഇല്ലേ? അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ മനുഷ്യന് സൗന്ദര്യം, സമ്പത്ത്, ഇതെല്ലാം സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ, അധികാരങ്ങൾ ഇതെല്ലാം വർദ്ധിക്കുമ്പോൾ മനുഷ്യന് അഹങ്കാരം വർദ്ധിക്കുന്നു. അങ്ങനെ വർദ്ധിച്ച് രൂപയൗവന സമ്പന്നനായ ഒരു രാജാവായിരുന്നു, സുന്ദരനായ ഒരു ഗന്ധർവ രാജാവായിരുന്നു കബന്ധൻ. കാട്ടിൽ വന്നതിന് ശേഷമല്ല, ഈ രാജാവ് അതീവ സമ്പന്നനും ഗന്ധർവന്മാർ പൊതുവെ സൗന്ദര്യമുള്ളവരാണ്. അവർ സൗന്ദര്യ ആരാധകരും ആസ്വാദകരുമാണ്. അങ്ങനെ സൗന്ദര്യം ആസ്വദിച്ച് സമ്പന്നതയിൽ ആറാടി അഹങ്കാരം മൂത്ത് നടക്കുന്ന സമയത്താണ് മദ്യവും മദിരാക്ഷിയുമായിട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒരു പൊയ്കയിൽ ഗന്ധർവൻ കബന്ധനും മറ്റ് സ്ത്രീകളുമായിട്ട് ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് ആ പൊയ്കയുടെ തീരത്തുകൂടി നടന്നു വരികയാണ് നമ്മുടെ അഷ്ടാവക്ര മഹർഷി. ആരാണ് അഷ്ടാവക്രൻ? ആ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രൂപത്തെപ്പറ്റി ഒരു ധാരണയുണ്ട്. ശരീരത്തിൽ 8 ഒടിവുകളുണ്ട്, 8 ഭാഗത്ത് വളവുകളുള്ള ഒരു ഋഷിയായിരുന്നു അഷ്ടാവക്രൻ. ജനവ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു ഉപദേശകനും കൂടിയായിരുന്നു അഷ്ടാവക്രൻ. അപ്പോൾ അഷ്ടാവക്ര മുനി അങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഗന്ധർവൻ അല്ലെങ്കിൽ കബന്ധൻ അദ്ദേഹത്തെ കൈകൊട്ടിച്ചിരിച്ച് കളിയാക്കി അപഹസിച്ചു. അപ്പോൾ അത് കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾ എല്ലാവരും കൈകൊട്ടിച്ചിരിച്ചു, വെള്ളത്തിൽ കിടന്നുണ്ട്. ഇത് കണ്ട മുനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹം ശപിച്ചു, നീ ഇന്നു മുതൽ ഒരു രാക്ഷസനായിട്ട് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ, അതിന് നിനക്ക് ഞാൻ നിന്നെ ശപിക്കുന്നു. അത് കേട്ടുകൊണ്ട് ഭയപ്പെട്ട് കബന്ധൻ കരയ്ക്ക് കയറി മഹർഷിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശാപമോക്ഷം തരണം, അറിയാതെ പറഞ്ഞു പോയതാണ്, ഞാനൊരു രാജാവാണ്, ഗന്ധർവ രാജാവാണ്. ഓക്കെ, നമ്മുടെ ഋഷീശ്വരന്മാർ ശാപം കൊടുത്താൽ ശാപമോക്ഷവും അവർ കൊടുക്കും. പക്ഷേ ശാപമോക്ഷം അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെയധികം കഠിനമായി അധ്വാനം ചെയ്യണം. വെറുതെ ശാപമോക്ഷം കൊടുക്കില്ല. ശാപത്തിൻ്റെ ഫലം ഒരു പരിധിവരെ അനുഭവിച്ച് തീർന്നാൽ മാത്രമേ അവർക്ക് ശാപമോക്ഷം കിട്ടുള്ളൂ. നമ്മുടെ പുരാണങ്ങളിലെ ഏത് കഥയെടുത്താലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കാതെ മോക്ഷം അവർക്കുണ്ടാകുന്നില്ല. പക്ഷെ പൂർണ്ണമായിട്ടല്ലാതെ അവർ സറണ്ടർ ചെയ്താൽ, തൻ്റെ തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ അവർക്ക് ശിക്ഷയിൽ കുറേ ഇളവ് കിട്ടും. അതെല്ലാ പുരാണങ്ങളിലും എല്ലാ കഥകളിലും എല്ലാവരുടെയും അനുഭവങ്ങളിലും അതുണ്ട്. അപ്പോൾ അഷ്ടാവക്രം പറഞ്ഞു, നീ കാട്ടിൽ ഒരു കാട്ടാളനായിട്ട് നടക്കുമ്പോൾ, രാക്ഷസനായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ, ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ എന്ന പേരിൽ മഹാവിഷ്ണു അവതരിക്കും. വിഷ്ണുവും അവതരിച്ച് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻ അനന്തനായിട്ടും രാമൻ വിഷ്ണുവായിട്ടും വരും. അവർ രണ്ടുപേരും കൂടെ ഈ കാട്ടിൽ കൂടെ അവരുടെ രാമൻ്റെ ഭാര്യയെ ഒരു രാക്ഷസൻ കട്ടുകൊണ്ടുപോകും. അവളെ അന്വേഷിച്ച് അവർ ഈ കാട്ടിൽ കൂടെ വരുമ്പം നീയുമായി ഏറ്റുമുട്ടേണ്ടി വരും. അപ്പോൾ നിൻ്റെ കരങ്ങൾ ഛേദിക്കും. അന്ന് നിനക്ക് ശാപമോചനം ഉണ്ടാവും, വീണ്ടും നിനക്ക് ഗന്ധർവനായിട്ട് ജീവിക്കാം. ഇതാണ് കൊടുത്ത ശാപമോക്ഷം, ഇല്ലേ? നമുക്കറിയാം, പണ്ട് ദുർവാസാവ് മഹർഷി ദേവേന്ദ്രനെ ഒന്ന് ശപിച്ചു. ദുർവാസാവിന് നവയോഗികൾ കൊടുത്ത ഒരു പൂമാല, ആ പൂമാല ഈ ഋഷീശ്വരന്മാർ അവർക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള ശക്തി കിട്ടുന്നത്, ഈ ശപിക്കാനുള്ളത്? അവർ ഈ പ്രപഞ്ച ശക്തിയെ മുഴുവൻ തൻ്റെ തപസ്സുകൊണ്ട്, തൻ്റെ മനോനിഗ്രഹം കൊണ്ട് മനസ്സിനെ നിഗ്രഹിച്ച്, മനസ്സിനെ ഏകാഗ്രമായ ധ്യാനത്തിലൂടെ പ്രപഞ്ചശക്തിയെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ചെടുത്തു. അങ്ങനെയാണ് അവർക്ക് ഈ ശക്തി കിട്ടുന്നത്.
ബ്രഹ്മത്തെ മുഴുവൻ അവരുടെ ഉള്ളിലാക്കും. അവർക്ക് പിന്നെ ശരീരത്തെക്കുറിച്ചുള്ള ധ്യാനമൊന്നുമില്ല, ശരീരത്തിന് വേണ്ടി അവർ ജീവിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് വികൃതമായ വേഷവും അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടി നടക്കുന്നത്. ശരീര സൗന്ദര്യത്തെക്കുറിച്ച് ഒട്ടും ധാരണയോ ചിന്തയോ ഇല്ലാത്തതായ യഥാർത്ഥ സന്യാസിമാരുണ്ട്. കാരണം അവർക്ക് ഭൗതിക സുഖങ്ങളിലോ ആഡംബരങ്ങളിലോ ഒന്നും അവർക്ക് ചിന്തയില്ല. അതുകൊണ്ടാണല്ലോ ദുർവാസാവിന് പൂമാല കിട്ടിയപ്പോൾ ദുർവാസാവ് അത് ഇതിന് ഞാൻ യോഗ്യനല്ല, ഈ പുഷ്പമാല്യം ധരിക്കാൻ ഞാൻ യോഗ്യനല്ല, അതിന് യോഗ്യനായിട്ടുള്ള ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് ദേവേന്ദ്രൻ കൊടുക്കാം. അദ്ദേഹത്തിന് ഇതൊക്കെ വളരെ താല്പര്യം, മാലയൊക്കെ കിട്ടി തലയെ കെട്ടി വെച്ചുകൊണ്ട് ആഘോഷിച്ച് നടക്കാനായിട്ട്. അങ്ങനെയാണ് ദേവേന്ദ്രനെ മാല കൊടുത്തത്. അത് ആനയുടെ മസ്തകത്തെ വെച്ചു, അവിടെ വണ്ടു വന്ന് കുത്തി ആന താഴെയിട്ട് പാല ചവിട്ടിക്കളഞ്ഞു. അതിൽ കോപിഷ്ഠനായ ദുർവാസാവ് ദേവേന്ദ്രനെ ശപിച്ചു, നീയും നിന്റെ വംശവും മുഴുവൻ ജരാന്തര പിടിച്ച് വൃദ്ധന്മാരായിട്ട് കഴിയട്ടെ എന്ന്. അപ്പോൾ ദേവേന്ദ്രൻ ചെന്ന് ശാപമോക്ഷത്തിന് അപേക്ഷിച്ചപ്പോൾ മോക്ഷം കൊടുത്തു. എന്താണ്? പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് ആ അമൃതം കുതിക്കുമ്പോൾ നിങ്ങൾ ജരാനര മാറുമ്പം മരുന്നുണ്ട്, എല്ലാത്തിനും മരുന്നുണ്ട്. പക്ഷേ അതിനിതുപോലെ കഷ്ടപ്പെടണം, കുറേ അധ്വാനമുണ്ട്. അങ്ങനെയാണ് അസുരന്മാരും ദേവന്മാരും കൂടി പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് ഇന്ദ്രന്മാർ അങ്ങനെ ദേവന്മാരുടെ ജരാനര മാറിയെന്നുള്ള കഥയുണ്ട് ഇല്ലേ, ഭാഗവത പുരാണത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഈ ഗന്ധർവന് മുനി കൊടുത്ത വരം, നീ കാട്ടിൽ കൂടെ ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു ദിവസം ശ്രീരാമചന്ദ്രൻ വിഷ്ണു രാമചന്ദ്രനും ലക്ഷ്മണനുമായിട്ട് അനന്തനും അങ്ങനെ വരും. അവർ നീയുമായിട്ട് ഏറ്റുമുട്ടും, നിന്റെ കരങ്ങൾ അവർ ഛേദിക്കും, വന്ന് നിനക്ക് മോക്ഷം കിട്ടും, നീ പൂർവ്വമായി ഗന്ധർവനായിട്ട് വരുവാൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ഒരു ശാപമായിട്ട് കിടക്കുകയാണ് ഈ ഗന്ധർവൻ. അപ്പോൾ ഈ ഗന്ധർവൻ ഇങ്ങനെ കാട്ടിക്കിടക്കുമ്പോഴാണ് ശ്രീരാമനും ലക്ഷ്മണനും കൂടെ സീതാന്വേഷണമായിട്ട് കാട്ടിക്കൂടെ വരുന്നു. അവിടെ വന്ന ഉടനെ ഈ രൂപത്തെ കണ്ട് ഇവർ ഭയന്നു. അവൻ്റെ ദീർഘമായ ബാഹുക്കൾ നീട്ടി രാമനെ ലക്ഷ്മണനെ എടുത്തതിൻ്റെ ഓരോ ഇരുത്തിക്കിട നീണ്ട കാലുകൾ വെച്ചങ്ങ് നടക്കുകയാണ്. കാലുകൾ, ഇവൻ്റെ രൂപം കണ്ടാൽ കാലുകളുണ്ട്, പക്ഷേ തുടയില്ല. എന്നാൽ ഉദരമുണ്ട്, വയറുണ്ട്, പക്ഷേ തലയില്ല. കഴുത്തിൻ്റെ താഴെ ഭാഗത്തൊരു വലിയ ഗുഹ പോലെ ഒരു വായുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്തായിട്ടൊരു കിണ്ണം പോലെ വട്ടക്കണ്ണം. ആരാ പേടിക്കാത്ത? ലക്ഷ്മണൻ കരഞ്ഞുപോയി ആ രൂപം കണ്ട്. തോളലെടുത്ത് ഉപയോഗിച്ചപ്പോൾ രണ്ടുപേർക്കും രണ്ട് വികാരങ്ങളാണ് അവിടെ ഉണ്ടായത്. രാമനുണ്ടായ വികാരം, രാമൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വളരെ ദീർഘമായ ദൂരത്തിൽ നമുക്ക് നടക്കേണ്ടതുണ്ട് സീതയെ അന്വേഷിച്ച്. അപ്പോൾ ഇവൻ്റെ തോളിലിരുന്നങ്ങ് പോകാം, ഒരു വാഹനമായല്ലോ, അതപ്പം നമുക്ക് കുറേ സൗകര്യമുണ്ട്, എളുപ്പമുണ്ട്. അങ്ങനെ രാമൻ വിചാരിച്ചപ്പോൾ ലക്ഷ്മണൻ എന്ത് വിചാരിച്ചു? ലക്ഷ്മണൻ ഭയന്നു, ഇവൻ നമ്മളെ വല്ലയിടത്തും കൊണ്ടുപോയി കൊന്നുകളയുമല്ലോ. ഇതാണ് രണ്ടുപേർക്കും രണ്ട് വികാരങ്ങളുണ്ട്. മനുഷ്യൻ അതാണ്, ഓരോരുത്തരും നമ്മൾ സബ്ജക്റ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ആണ് പലരും ചിന്തിക്കുന്നത് അല്ലേ. അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ ചിന്തകളാണ് മനുഷ്യനെ ഓരോ കാര്യങ്ങൾ, ഓരോ ഡിസിഷൻ എടുപ്പിക്കുന്നത്. അപ്പോൾ ലക്ഷ്മണൻ കരഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, സാരമില്ല, നമുക്കിങ്ങനെ നടന്നു പോകാം. പക്ഷെ കുറേ എന്നപ്പം ഇവൻ ദിശ മാറി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പം രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഇവൻ വഴി മാറിപ്പോന്നു, ഇവൻ അങ്ങ് ഉൾക്കാട്ടിലെങ്ങാനും കൂടി നമ്മളെ കുന്നുകളയനാണോ? എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവൻ്റെ രണ്ട് കരങ്ങൾ ഓരോന്നങ്ങ് ഛേദിക്കാം. രണ്ട് കരങ്ങൾ ഓരോന്ന് ഒന്ന് നീയും ഒന്ന് ഞാനും ഛേദിക്കണം. പക്ഷേ അത് രണ്ടും ഒരേ സമയത്ത് തന്നെ ഛേദിക്കണം, അതല്ലെങ്കിൽ അവൻ മറ്റേ കരം കൊണ്ട് നമ്മളെ വധിക്കും. അതുകൊണ്ട് രണ്ടുപേരും കൂടി ഒരേ സമയത്ത് ഈ കരങ്ങൾ ഛേദിക്കണം. രണ്ടുപേരും ഓരോ കരങ്ങൾ ഛേദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗന്ധർവൻ്റെ രൂപം മാറി. ഗന്ധർവൻ അവിടെ മരിച്ചു വീണു. അവിടെ നിന്നൊരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു രാമനോട്, നിങ്ങളാരാണ്? നിങ്ങൾ വിഷ്ണുവിൻ്റെ അവതാരങ്ങളല്ലേ? നിങ്ങൾ രാമലക്ഷ്മണന്മാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണെങ്കിൽ എൻ്റെ ഭാഗ്യം. കാരണം അല്ലാതെ ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല. എന്നെ ആരാലും വധിക്കില്ല എന്ന് എനിക്ക് ബ്രഹ്മാവിൻ്റെ വരം തന്നിട്ടുണ്ട്. ബ്രഹ്മാവ് തന്നിരിക്കുന്ന വരമാണ്. പക്ഷേ ആ വരത്തെയും ഉള്ളത് കൊണ്ടാണ് ഞാൻ മരിക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. എൻ്റെ സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മദ്യവും മദിരാക്ഷിയും എല്ലാമായിട്ട്, പ്രത്യേകിച്ച് ബ്രഹ്മാവിൻ്റെ വരം കൂടി ഉള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുക? അതായിരുന്നു എന്നെ അഹങ്കാരത്തിലോട്ട് നയിച്ചത്. അതാണ് അഷ്ടാവക്രമരുടെ, നിൻ്റെ അഹങ്കാരം അങ്ങേയറ്റമായി, അതുകൊണ്ട് തന്നെ നീ ഈ ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ എന്നെ അദ്ദേഹം ശപിച്ചതാണ് ഈ അഷ്ടാവക്ര മഹർഷി.
അപ്പോൾ നിനക്കെങ്ങനെയാണ് ഇങ്ങനത്തെ രൂപം കിട്ടിയത്? അഷ്ടാവക്രം പറഞ്ഞില്ലോ, നീ കാട്ടാളനായിട്ട് നടക്കാറില്ല. അത് പറയാം. അതൊരിക്കൽ ദേവേന്ദ്രനുമായിട്ട് ഞാൻ ആ സമയത്ത് ഏറ്റുമുട്ടേണ്ടി വന്നു. ഇന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ എൻ്റെ തുടകൾ ഉള്ളിലോട്ട് വലിഞ്ഞു, എൻ്റെ ശിരസ് അകത്തോട്ട് വലിഞ്ഞു. അപ്പോൾ എനിക്ക് കാലുണ്ട്, തുടകളില്ല, വയറുണ്ട്, ശിരസില്ല. അപ്പോൾ ഞാൻ ദേവേന്ദ്രനോട് യാചിച്ചു, ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? എനിക്ക് വായില്ലല്ലോ. അപ്പോഴാണ് ദേവേന്ദ്രൻ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് വലിയ ഗുഹ പോലൊരു അനുവദിച്ചു കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? കൈകളില്ലല്ലോ. അപ്പോൾ ദീർഘമായ 2 കൈകൾ കൊടുത്തു. വളരെ ദീർഘം, വളരെ ദൂരെ കൂടെ പോകുന്ന വസ്തുക്കളെയും പിടിച്ചെടുത്തുകൊണ്ട് മൃഗങ്ങളെയൊക്കെ പിടിച്ച് ഭക്ഷിക്കാം. അങ്ങനെ കൊടുത്തതാണ് ഈ ദീർഘമായ കരങ്ങൾ. എന്തുകൊണ്ടാണ് രാമൻ ലക്ഷ്മണൻ കരങ്ങൾ വെട്ടിക്കളഞ്ഞത്, കൈകൾ വെട്ടിക്കളഞ്ഞത്? കാരണം എന്താണ് കൈ ശരീരത്തിന് ഒരു അലങ്കാരമല്ല. കൈ കർമ്മം ചെയ്യാനുള്ളതാണ്, ഇല്ലേ? കർമ്മം ചെയ്താൽ എന്താണ് ഉണ്ടാകുക? കർമ്മഫലമുണ്ടാകും. കർമ്മഫലം ഉണ്ടാകുമ്പോൾ ആ കർമ്മഫലത്തിലായിരിക്കും നമ്മുടെ ചിന്ത. അതിൽ ആസക്തനായി പോകുന്ന മനുഷ്യൻ കർമ്മഫലത്തിൽ ആസക്തനായി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ സംസാരത്തിൽ കിടന്ന് ഞാൻ കറങ്ങുന്നു. സംസാരത്തിൽ കിടന്ന് പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേ ശയനം എന്ന പോലെ നമ്മൾ അങ്ങനെ ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ഇങ്ങനെ പോയി ജനനാന്തേന നമുക്ക് നിത്യഗതി ഉണ്ടാവും. അങ്ങനെ ജീവിതം നയിച്ചു പോകേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ഈ കരങ്ങൾ ഛേദിച്ചത്. ഇന്നവൻ്റെ കർമ്മഫലത്തോടുള്ള ആസക്തി നിൽക്കണം, കർമ്മം അവൻ ഇന്നോടെ തീരണം. അതാണ് ശ്രീരാമചന്ദ്രൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കരങ്ങൾ ഛേദിക്കപ്പെടേണ്ടി വന്നതുകൊണ്ട് അവനുണ്ടായ ഗുണം. അപ്പോൾ അങ്ങനെ ആണ് ഈ കരങ്ങൾ ഛേദിച്ചപ്പോൾ, അപ്പോൾ ദേവേന്ദ്രൻ കൊടുത്ത അനുഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പം ഇനി എനിക്ക് എന്നെ ഈ ശരീരം ദഹിപ്പിച്ചാൽ, ഗന്ധർവരൂപം എനിക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയാൽ ഞാൻ അങ്ങയുടെ പത്നിയെ കണ്ടെത്താനുള്ള മാർഗം പറഞ്ഞുതരാം. ലക്ഷ്മണൻ രാമനും കൂടി അങ്ങനെ കബന്ധൻ്റെ ദേഹം ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കബന്ധൻ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഈ കാട്ടിക്കൂടെ അണിഞ്ഞിരുന്നിടുന്ന ദേവിയെ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഇവിടെയെങ്ങാനും ദേവി ഒളിച്ചിരിപ്പില്ലല്ലോ, ദേവിയെ എവിടെയെങ്കിലും ഒരു രാക്ഷസം വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് കുറച്ച് കിഴക്കോട്ട് നടന്നാൽ പമ്പാ സരസ്തരം കാണാം. അവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ഉയരത്തിലൊരു മല കാണാം. ആ മലയുടെ മുകളിൽ സുഗ്രീവൻ എന്നൊരു വാനരശ്രേഷ്ഠൻ വസിക്കുന്നുണ്ട്. അയാളും അങ്ങേപ്പോലെ തന്നെ ഒരു പ്രവാസിയാണ്. ഭാര്യ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഒരു വാനര രാജാവാണ്. അവിടെ ചെന്ന് അവരുമായിട്ട് സുഗ്രീവനുമായിട്ട് നിങ്ങളൊരു പരസ്പര ഡീലുണ്ടാക്കണം, ഒരു ബാർട്ടർ ഡീൽ. അതായത് പരസ്പരം നിങ്ങൾ സഹായിക്കാമെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പത്നിയെയും രാജ്യവും തിരിച്ചെടുത്തു കൊടുത്താൽ അങ്ങയുടെ പത്നിയെ കണ്ടുപിടിക്കാനുള്ള സഹായം സുഗ്രീവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അയാളുടെ ഭാര്യയെയും രാജ്യവും എല്ലാം അടക്കി വെച്ചിരിക്കുന്ന അയാളുടെ സഹോദരൻ ബാലിയാണ്. അധർമ്മിയായ ബാലി അങ്ങയുടെ ഭക്തനും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളൊരു ബാർട്ടടിയിലുണ്ടാക്കിയാൽ സീതയെ കണ്ടുപിടിക്കാം. ശ്രീരാമചന്ദ്രൻ സന്തോഷമായി അവനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ആ ഗന്ധർവൻ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് പോയി എന്നൊരു കഥയുണ്ട്. ഇത് തരുന്ന സന്ദേശമാണ് നമുക്കിവിടെ പ്രധാനം. ഈ കഥയല്ല. രാമായണം കഥകളെ കൊണ്ട് സമ്പന്നമാണ്, അല്ലേ? കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു വേദതത്വങ്ങൾ അല്ലെങ്കിൽ ജീവിത മൂല്യങ്ങളടങ്ങിയ തത്വങ്ങളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ധാരാളം കഥകളുണ്ട് ഇതിൽ. അതിലൊരു കഥയാണ് ഈ ഗന്ധർവൻ്റെ കഥ. രാമൻ അയോധ്യ മുതൽ ലങ്ക വരെ എത്തുന്നതിന് ധാരാളം രാക്ഷസന്മാരെയും ധാരാളം അതുപോലെ നല്ല ആൾക്കാരെയും മോശം ആൾക്കാരെയും എല്ലാം കാണുന്നുണ്ട്. ശിഷ്ടരെ സംരക്ഷിക്കുകയും ദുഷ്ടരെ നിഗ്രഹിക്കുകയും ചെയ്ത് ആണ് ധർമ്മത്തെ ശ്രീരാമചന്ദ്രൻ രക്ഷിച്ചത്. അപ്പോൾ അവിടെ നിന്നും കബന്ധൻ്റെ വാക്ക് കേട്ട് തെക്കോട്ട് നടക്കുകയാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി. അപ്പോൾ കബന്ധൻ ഒന്നുകൂടി പറഞ്ഞു, പോകുന്ന വഴിക്ക് ഒരു ശബരി എന്നൊരു സന്യാസിനിയുണ്ട്, അങ്ങേ കാണാൻ വേണ്ടി അവരുടെ ഗുരുനാഥനായ മതംഗ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം കാത്തിരിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ ഒരിക്കൽ വരും. ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് ദേഹത്യാഗം ചെയ്യാൻ കാത്തിരിക്കുന്ന സന്യാസിനിയെ കൂടി പോയി ഒന്ന് കാണണം. അങ്ങനെ തെക്കോട്ട് വളരെ ശ്രദ്ധയോട് വളരെ ആകാംക്ഷയോടെ ശബരി ആശ്രമത്തിലോട്ട് ശ്രീരാമചന്ദ്രൻ നടന്നുപോയി. അതിനുശേഷമാണ് സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കിയതും അതിനുള്ള മാർഗനിർദ്ദേശം കൊടുത്തത് ഈ കബന്ധനാണ്. അപ്പോൾ തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതിന് ശിക്ഷയ്ക്ക് ഓരോ ഋഷീശ്വരന്മാരും പൂർണ്ണമായ
ശാപമോക്ഷം കൊടുത്തിട്ടല്ല. നമ്മളറിയാം, പാലാഴി മഥനം ചെയ്ത് അവിടെ അമൃതെടുത്താണ് അവരുടെ ഇത് മാറി. അതുപോലെ തന്നെ ജയന്തൻ എന്ന കാക്കയുടെ രൂപത്തിൽ വന്ന് സീതാദേവി ആക്രമിച്ചപ്പോൾ, അത് സുന്ദരകാണ്ഡത്തിലുള്ള കഥയാണ്. ശ്രീരാമചന്ദ്രൻ ഒരു പുല്ലെടുത്തെറിഞ്ഞു, ജയന്തൻ്റെ കണ്ണുപോയി. ജയന്തൻ അതും കൊണ്ട് എല്ലാവരുടെയും അടുത്ത് പോയി. അച്ഛനായ ഇന്ദ്രൻ്റെ അടുത്ത് പോയി, ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി, വിഷ്ണുവിൻ്റെ അടുത്ത് പോയി, മഹാദേവൻ്റെ അടുത്ത് പോയി. ഇവരെല്ലാം പറഞ്ഞു, നിന്നെ ശിക്ഷിച്ചവനെ നിന്നെ രക്ഷിക്കാനാവൂ. അതുകൊണ്ട് രക്ഷിക്കാൻ കഴിയാത്തവൻ ഒരിക്കലും ശിക്ഷിക്കയില്ല. നീ നേരെ പോകൂ, ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് നിന്ന് സറണ്ടർ ചെയ്യൂ. അപ്പം നിനക്ക് അവിടെ നിന്ന് നിൻ്റെ ഈ ജീവൻ നഷ്ടപ്പെടാതെ അദ്ദേഹം രക്ഷിക്കും. അവിടെ ചെല്ലൂ. അവിടെ ചെന്നിട്ട് ശ്രീരാമചന്ദ്ര പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, അപരമൊരു ശരണമിനി നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. അങ്ങനെ അങ്ങനെ ഒരു ഗണം. അപ്പം ശ്രീരാമചന്ദ്രൻ പറഞ്ഞ എന്താണ്? അതിന് തവ നയനമതിലൊന്നുപോം നിശ്ചയം അന്തരമില്ല, നീ പൊയ്ക്കൊള്ളുക നിർഭയം. ഞാൻ ശിക്ഷിച്ചാൽ ആ ശിക്ഷ നീ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ. ഞാൻ അയച്ച അസ്ത്രം അതൊരിക്കലും നിഷ്ഫലമാകുകയില്ല. അതുകൊണ്ട് നിൻ്റെ 2 കണ്ണും പോയില്ല. അതുകൊണ്ട് നിനക്ക് കാഴ്ചയുണ്ടാകും, ജീവനും പോയില്ല, ഒരു കണ്ണ് നിനക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കാക്കയ്ക്ക് ഒരു കണ്ണില്ലാത്തതെന്ന് നമ്മുടെ മറ്റൊരു കഥ സുന്ദരകാണ്ഡത്തിലുണ്ട്. അപ്പം തെറ്റ് ചെയ്താൽ അവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. നിങ്ങളൊരാളിനെ കൊന്നാൽ 30 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ ശിക്ഷ നമ്മുടെ സുപ്രീം കോടതി വരെ ഇന്നും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ശിക്ഷ നമ്മൾ നോക്കൂ. അവർ വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ, അത് മാഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കേണ്ട. 8 വർഷം ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കാൻ തന്നെ ആ വിധി 30 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കിട്ടിയത് ഇതേ തത്വത്തിലാണ്. തെറ്റ് ചെയ്തവൻ ന്യായമായിട്ടും നീതിയായിട്ടും നീതി നടപ്പാക്കുന്നെങ്കിൽ അവർ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ അഹങ്കാരം, സമ്പത്തും സൗന്ദര്യവും അധികാരവും വർദ്ധിക്കുമ്പോൾ മനുഷ്യന് അഹങ്കാരം കൂടുന്നു. അഹങ്കാരം ഇല്ലാതെയാകുമ്പോൾ ഞാൻ അനുഗ്രഹം ചെയ്യാൻ കാലമായി വരുന്നവൻ ദീനനായി വരും, അപ്പോഴത് അനുഗ്രഹഭേതുവായി വരും എന്നാണ് മഹാബലിയോട് വാമനൻ പറഞ്ഞിരിക്കുന്നില്ലേ. അപ്പം മഹാബലി ഏറ്റവും ദീനനായി സർവ്വതും ദാനം ചെയ്ത്, തനിക്കുള്ളതെല്ലാം ദാനം ചെയ്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവസാനം പറഞ്ഞു, എനിക്കൊന്നുമില്ല, എൻ്റെ ശിരസ് മാത്രമേ, എൻ്റെ ഈ ശരീരം മാത്രമേ ഉള്ളൂ എന്നാണ് അസുരന്മാരോട് വാമനോട് പറഞ്ഞത്. അപ്പോഴാണ് പറഞ്ഞത്, ഒന്നുമില്ലാതെ വരുന്ന സമയത്ത് എൻ്റെ അനുഗ്രഹത്തിന് നീ പാത്രമാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ശിരസിൽ കാലെടുത്ത് വെച്ചുകൊണ്ട് കാലുകൊണ്ട് വാമനൻ മഹാബലി അനുഗ്രഹിച്ച കഥ ഭാഗവത പുരാണത്തിലുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും. അഹങ്കാരം കൂടുന്നവന് അതനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പം അഹങ്കാരം കുറഞ്ഞു കഴിയാതെ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകില്ല. ഈ തത്വങ്ങളൊക്കെയാണ് രാമായണവും മഹാഭാരതവും അതുപോലെ തന്നെ ഭാഗവത പുരാണങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന. ഇത് മനുഷ്യന് രാമായണം വായിച്ചാൽ മോക്ഷം കിട്ടും എന്നുള്ള ഇതിലില്ല. രാമായണം പഠിച്ചാൽ ഇതുപോലുള്ള ജീവിത തത്വങ്ങൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ അത് മനസ്സിനുണ്ടാകുന്ന സന്തോഷം, ജീവിതത്തിലുണ്ടെന്ന വിജയം, അതാണ് മോക്ഷം. നന്ദി, നമസ്കാരം.